അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ ടാങ്കിൻ്റെ ഫസ്റ്റ് പാട്ട് നമ്മൾ ഇട്ടായിരുന്നു കഴുകി വൃത്തിയാക്കുന്നതല്ല. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ 2 ഹോളൊക്കെ ഉണ്ടായിരുന്നു ടാങ്കിന്, അതൊക്കെ അടച്ചായിരുന്നു താഴെ. പിന്നെ ഇപ്പം അതൊന്ന് ഫുള്ള് വാഷ് ചെയ്യണം. പിന്നെ ഒന്ന് വെള്ളം നിറച്ച് 4-5 ദിവസം സെറ്റാക്കാൻ വേണ്ടി ഇടണം. അപ്പോൾ അങ്ങ് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണിത്. നമ്മുടെ സെക്കൻഡ് പാർട്ടിൻ്റെ വീഡിയോ ആണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടി ചെയ്ത് അത്രയും ചെയ്തിട്ടേക്കുവാണ്. പിന്നെ നമ്മൾ വേറെ ഫസ്റ്റ് പാർട്ടിൽ സെക്കൻഡ് പാർട്ടിൽ ചെയ്യാത്തൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ കണ്ടോ ഗൈസ്, സിമെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹോളുണ്ടായിരുന്നു ഗൈസ്, അത് അടയ്ക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഗൈസ്, അകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം അവിടെ ആ മൂലയ്ക്കൊരു ഹോളുണ്ടായിരുന്നു, നമ്മൾ ഇതിൻ്റെ അകത്തും ചെയ്തിട്ടുണ്ട്. പുറത്ത് സിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ സിമെൻറ്റ് ഇട്ടതിന് ശേഷം 2 ദിവസം നമ്മൾ വെള്ളം നിറച്ചിടും ഗൈസ്. അതിനിട്ട് ആദ്യം നമുക്ക് ഇതിനകത്തോട്ടൊന്ന് വെള്ളം നിറയ്ക്കണം. പിന്നെ ഗൈസ് ആദ്യം പോയി നമുക്ക് ഓസിൻ്റെ അറ്റം കുത്താം. ഗൈസ് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, മഴ ചാറുന്നുണ്ട് ഗൈസ്. ഇതൊന്ന് കുത്താം ഗൈസ്. ഓക്കെ, കുത്തിയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ ഇതൊന്ന് ഓണാക്കിയിട്ട് പോവാം ഗൈസ്. നമ്മൾ ഓണാക്കിയിട്ടുണ്ട് ഗൈസ്. നല്ല മഴയാണ് ഗൈസ്. നമുക്ക് ഓടിപ്പോയി അതിൻ്റെ അറ്റം ടാങ്കിലോട്ട് ഇടാം ഗൈസ്. വെള്ളം വരുന്നുണ്ട്. ഇവിടെ ഒരു ഹോളുണ്ട് ഗൈസ്, ഓവർഫ്ലോയുടെ, അതിനകത്തോട്ട് കയറ്റി വെച്ചാൽ മതി. കണ്ട ഗൈസ് വെള്ളം പോകുന്നത്. ഇനി അത് നിറയാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. കണ്ട ഗൈസ് മഴ പെയ്യുന്നത്, നല്ല മഴയാണ്. അപ്പോൾ ഗൈസ് ഇത് എവിടം വരെ നിറയുന്നത് വെച്ചാൽ ആ ഒരു പൈപ്പ് കുത്തിയാക്കുന്ന ആ ലെവൽ വരെ നിറയത്തുള്ളൂ. അവിടെ ആയിട്ട് നമ്മൾ ഓവർഫ്ലോയുടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വരെ നിറയത്തുള്ളൂ. അപ്പോൾ മഴയും കുറവുള്ളതുകൊണ്ട് ഇച്ചിരി എളുപ്പം നിറയുമായിരിക്കും. അത്രയും നിറഞ്ഞിട്ട് നമുക്ക് 2 കാര്യങ്ങളോട് ചെയ്യണം. അപ്പോൾ നമുക്ക് നിറയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്, ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പോയി ഓഫ് ചെയ്യാം ഗൈസ്. നല്ല മഴയാണ്, കുടയൊക്കെ പിടിച്ചുകൊണ്ടാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ആ പൈപ്പ് ഒന്ന് അവിടെ നിന്ന് ഊരി വിടാം. അല്ല, ഊരി വിടല്ലേ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു 2 കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അതെന്തിനാ വെച്ചാൽ സിമെൻറ്റിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടിയാണ്. അല്ലെ മീൻ ഇടുമ്പോൾ എളുപ്പം ചത്തുപോകും ഗൈസ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യമായിട്ട് ഇടുന്നത് നമ്മുടെ കല്ലുപ്പാണ് ഗൈസ്. അയഡിൻ ഇല്ലാത്ത കല്ലുപ്പ് എടുക്കാൻ നോക്കുക, അതാണ് മീനിന് ഏറ്റവും നല്ലത്. ഇതൊന്ന് പൊട്ടിച്ച് നമുക്ക് ഇടാം ഗൈസ്. ഇത് ഫുള്ള് ഇടണം, കാരണം ഇത് ക്ലീൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിക്കോളും. പിന്നെ നമുക്കിതൊന്ന് തുറന്ന് എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ കല്ലുപ്പ് നമ്മൾ തുറന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ടാങ്കിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഗൈസ്. ആ ഒരു ഫുള്ള് കല്ലുപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ സെൻറ്ററിൽ പോയി അത് കിടപ്പുണ്ട്. അയഡിൻ ഇല്ലാത്ത കാരണം ചിലപ്പം അലിഞ്ഞ് കയറും ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ മെയിൻ സാധനമായ ഒരു കാര്യമാണ് ഇടേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. നമുക്കന്ന് പോയി എടുക്കാം. ഗൈസ് നമ്മുടെ ടാങ്കിലിടേണ്ട മെയിൻ സാധനമാണ് നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഗൈസ് ഇതാണ് നമുക്ക് ടാങ്കിൽ ഇടേണ്ടത്. ഇതിൻ്റെ പേര് പൊട്ടാസ്യം പെർമാഗ്നറ്റ് എന്നാണ് ഗൈസ്. ഇതൊരു 20 ഗ്രാം ഉള്ളൊരു പാക്കറ്റാണ്. ഇതിന് വില വരുന്നതെന്ന് വെച്ചാൽ 45 രൂപയാണ് ഗൈസ്. ഇതിട്ടാൽ മീനുകൾ എളുപ്പം ചാവത്തുമില്ല, ടാങ്കിലുള്ള ഇൻഫെക്ഷനൊക്കെ എളുപ്പം പോകും ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ പൊട്ടാസ്യം പെർമാഗ്നറ്റ്. ഞാൻ ആ ഒരു പാക്കറ്റിൽ നിർത്തി ഇതിനകത്തോട്ട് ഇട്ടതാണ്. തുറന്ന് കാണിക്കാം ഗൈസ്. ഇത് ശകലേ ഇടാവും, അപ്പോഴത്തേക്കും തന്നെ നല്ല കളർ വരും ഗൈസ്, റോസ് കളറ്. ഞാൻ തുറന്നെടുത്ത് കാണിക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ പൊട്ടാസ്യം പെർമാഗ്നറ്റ്. കണ്ട ഒരു ഉമുക്കിരി കൂട്ടൊക്കെ ഇരിക്കും ഗൈസ്. ഇത് നമ്മുടെ ടാങ്കിലോട്ട് ഇടാം. അപ്പോഴത്തെ കളർ ചേഞ്ച് നിങ്ങൾ കണ്ടോണം ഗൈസ്. നമ്മൾ ഗൈസ് ഇപ്പോൾ ഇവിടോട്ട് ഇടാൻ പോകുന്ന ഗൈസ്. കണ്ട ഗൈസ് നമ്മളവിടെ ഫുള്ള് ഇട്ടിട്ടുണ്ട്. അപ്പം ഒന്നിനി മിക്സാക്കി കൊടുക്കാം. കണ്ട ഗൈസ് കളറ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കയ്യിലൊക്കെ പിടിച്ചിട്ട് വായിലൊന്നും കൈ വെക്കരുത്, ഇൻഫെക്ഷൻ ആവും. കൈയൊക്കെ കഴുകണം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ വരെ എല്ലാവർക്കും ഓക്കെ, ബൈ.